അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട് എങ്ങനെയാണ് എപ്പോഴും ക്ലീനായിട്ട് നിൽക്കുക, അതുപോലെ തന്നെ ഡെയിലി ക്ലീനിങ്, വീക്ക്ലി ക്ലീനിങ്, മന്ത്ലി ക്ലീനിങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമുക്കെങ്ങനെയാണ് വീട് എപ്പോഴും പുതിയതുപോലെ വെക്കാനുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാം ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. അപ്പില്ലേ ഞാൻ ഒരു ദിവസം രാവിലെ ഉണ്ടാക്കിയ ഈസി അവക്കാടോ വെച്ചിട്ട് ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, അവക്കാടോ പേപ്പറിൽ പൊന്നിട്ട് വെച്ചാൽ നല്ല പഴുക്കുമെന്ന്. അപ്പോൾ ഇല്ലേ അത് കാണിക്കാൻ വേണ്ടിക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ആക്കാം. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കാം, നിങ്ങൾക്ക് ഷെയർ ആക്കാം കേട്ടോ. ഞാനിതാ മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മുട്ട വേണം അത്ര എടുക്കുക. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് ക്രഷ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് വെജീസ് ഐറ്റംസ് എല്ലാം വേണം. ഞാൻ ലെറ്റ്യൂസിൻ്റെ ലീവ്സും കുക്കുംബറും തക്കാളിയും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെന്താ നമ്മുടെ അവക്കാടോ ഇല്ലേ, ഇതാ ഞാൻ അന്ന് വെച്ചിട്ട് നല്ലോണം പഴുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇതുണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. 2 ടൈപ്പിൽ അവക്കാടോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ നല്ല പഴുത്ത അവക്കാടോ വെച്ചിട്ട് എങ്ങനെയാണ് 2 ടൈപ്പിൽ, സാൻഡ്വിച്ച് ടൈപ്പിലും പിന്നെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടും എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ എല്ലാ വെജീസും കാര്യങ്ങളും എല്ലാം ഞാൻ കട്ടാക്കിയിട്ടിട്ട് കൊടുക്കലാണ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ചെയ്യാൻ കാര്യം, ക്ലീനിങ് വീഡിയോ ചെയ്യാൻ കാര്യം, കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് വീട് എങ്ങനെയാണ് എപ്പോഴും നീറ്റായിട്ട് നിൽക്കുന്നത്, നമ്മൾ ഇർഫാന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വേസ്റ്റ് എങ്ങനെയാണ് കളയുക, തുണികൾ ഉണ്ടാവില്ലേ, മേശയും കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം തുടക്കുന്ന അതെല്ലാം ഇവിടെ വെക്കുക, അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട്. അതെല്ലാം ഇൻഷാല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ എങ്ങനെയാണ് ഡെയിലി, അതുപോലെ വീക്ക്ലി, അതുപോലെ തന്നെ മന്ത്ലി ക്ലീൻ ആക്കുന്നുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുക. അപ്പം ഇതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലില്ലേ നമ്മളെ വീട് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെന്താ, ഇതുവരെ എൻ്റെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിനി. എല്ലാവരുടെ കമൻസും വായിക്കലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് മാക്സി ചെയ്തിട്ടില്ലേ, അതിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. കുറേ മാക്സി ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ കാണിക്കാം കേട്ടോ. വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ആക്കാം. ഇപ്പോൾ കുറച്ച് തിരക്കിലെല്ലാം ആയതുകൊണ്ടാണ് അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ എല്ലാ വെജീസും കാര്യങ്ങളും എല്ലാം കട്ടയിലാണ്. ഞാനില്ലേ നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റ് കാണിക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ട്യൂഷന് കാര്യങ്ങൾ എല്ലാം ഷെയർ ആക്കുമ്പോൾ അത് എനിക്ക് നല്ലതാണെന്ന് കണ്ടാലും മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കലുള്ളൂ കേട്ടോ. തന്നെ പല ടൈപ്പിൽ ആൾക്കാരുണ്ടാവും. അതിനോട് അധികം ചോദിക്കുന്നതാണ് ട്യൂഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇല്ലേ കുറേ ആൾക്കാർക്ക് കുട്ടികൾക്ക് നല്ല ട്യൂഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും നമ്മളെ വ്യൂവേഴ്സിൽ തന്നെ. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ റിലേറ്റഡ് വീഡിയോസ് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഓരോരോ കാര്യങ്ങൾ ഷെയർ ആക്കുന്നത്. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ഈ ട്യൂഷൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുമ്പം ബോറടിക്കുന്നതെന്നെല്ലാം പറയലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ. അപ്പോൾ അതിലൊരുപാട് പേര് പാരൻസാണ്. അപ്പോൾ അവർക്ക് കുട്ടികളെ ബെസ്റ്റ് ട്യൂഷൻ കൊടുക്കാമെന്നെല്ലാം ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ട്യൂഷൻ്റെ കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയില്ലേ പാരൻസിനൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ആൽബ ലേണിങ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പം ഇവരിലെ 1000 വിദ്യാർത്ഥികൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷൻ, അതുപോലെ ഗ്രൂപ്പ് ട്യൂഷൻ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. ഞാൻ താഴെ കൊടുക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ YI എന്ന് പറഞ്ഞ കോഡ് മെസ്സേജ് ചെയ്താലും മതി. ആൽബ ലേണിംഗ് ബെസ്റ്റ് ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. KG മുതൽ +2 വരെയുള്ള എല്ലാ സിലബസിലും ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് രാജ്യത്ത് നിന്നും അഡ്മിഷൻ എടുക്കാനും പറ്റും. 2019 മുതലാണ് കേട്ടോ ഇവർ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്ന സ്ഥാപനമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ. ഓൺലൈൻ ട്യൂഷൻ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആൽബ ലേണിംഗ് ആണെന്ന്. കാര്യം അഫോർഡബിൾ ഫീസിൽ, കുറഞ്ഞ ഫീസിലാണ് ഇവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ബെസ്റ്റ് ടീച്ചേഴ്സാണ് ക്ലാസ് കൊടുക്കുന്നത്. നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും നിരവധി കുട്ടികളാണ് കേട്ടോ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയില്ലേ ഗൾഫിലിപ്പം വെക്കേഷനും സ്കൂൾ തുറക്കാനുള്ള വെക്കേഷനെല്ലാം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ടൈമെല്ലാം ആയില്ലേ.
അപ്പം കുട്ടികൾക്ക് നല്ല ഹെൽപ്പ് ചെയ്യും ഇതിൽ ജോയിൻ ചെയ്തോ. 1000 വിദ്യാർത്ഥികൾക്കുള്ള ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പാക്കേജ് ആയിക്കൊണ്ട് തന്നെ ഒരുപാട് അഡ്മിഷൻ എൻക്വയറിയും വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും റീപ്ലൈ കിട്ടാൻ കുറച്ച് സമയം എടുക്കും. എന്നോട് അധികം ചോദിക്കലുണ്ട് എന്തുകൊണ്ടാണ് റീപ്ലൈ കിട്ടുന്നില്ല ഇർഫാന, അവരോടൊന്ന് മെസ്സേജ് ആക്കുമെന്നെല്ലാം ചോദിക്കലുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്താ പറയുക റീപ്ലൈ കിട്ടാൻ വൈകുന്നത്. പ്രശ്നമാക്കണ്ട, നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തോ, അവരെന്തായാലും നിങ്ങൾക്ക് റീപ്ലൈ തരും കേട്ടോ. കുട്ടികളുടെ പഠന പരിഹാരത്തിനും മികച്ച ട്യൂഷൻ ക്വാളിഫൈഡായ പരിചയസമ്പന്നരായ അധ്യാപകരെ മേൽനോട്ടത്തിലാണ് കേട്ടോ ഇവർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്ന. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആവശ്യമുള്ളവർ എന്തായാലും ഇപ്പം തന്നെ ലിങ്കിൽ ജോയിൻ ചെയ്തോ. ഈ ഒരു അവസരം എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. നമ്മളെ കുട്ടികളുടെ പഠനമല്ലേ നമുക്ക് വലുത്, നമ്മളെ കുട്ടികളുടെ ഭാവിയല്ലേ നമുക്ക് വലുത്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തു. അപ്പം പാരൻസ് ഹാപ്പിയായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഈ വിഷയത്തിൽ കുട്ടികളൊന്നും ഇല്ലാത്ത ഒരുപാട് പേര് കുട്ടികളും വീഡിയോസ് എല്ലാം കാണുന്നവരുണ്ട്. അതുപോലെ കല്യാണം കഴിയാത്ത ആൾക്കാരും എല്ലാം വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പം പാരൻസിന് വേണ്ടിക്ക് ഷെയർ ആക്കുന്നതാണ്, ഇഷ്ടപ്പെടാത്തവർ വിട്ടെ അങ്ങനെ. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തോ കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും അങ്ങനെ. ഇനിയിപ്പോൾ ഞാനിൽ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടത്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഞാൻ കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ. ആൽബ ലേണിംഗ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പിന്നെന്താ, ഞാനിൽ ഈ ഒരു അവക്കാട വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അവക്കാട ഷേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല, ഇങ്ങനെ സാൻഡ്വിച്ചിനുള്ളിൽ വെക്കാനും വെറുതെ കഴിക്കാനെല്ലാം അടിപൊളിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ എന്താ ഉണ്ടാക്കി കൊടുക്കാൻ ചിന്തിക്കുന്ന പാരൻസ് എല്ലാം ആണെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോ. കുഞ്ഞു കുട്ടികളെല്ലാം ആകുമ്പോൾ ഇങ്ങനത്തെ വെജീസ് ഐറ്റംസ് ഒന്നും ഉണ്ടാകുമ്പോൾ കഴിക്കൂലല്ലോ. കുറച്ച് വലിയ കുട്ടികളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിയാണ്. എപ്പോഴും ദോശ, ഇഡ്ഡലി അങ്ങനെ ഉണ്ടാക്കാണ്ട് എന്താ പറയുക, കുറച്ച് അരിയാഹാരം കുറച്ചിട്ട് കുറച്ച് വെജീസും ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ. പിന്നെ ബ്രെഡ് അത്ര നല്ലതൊന്നല്ല. ഞാൻ ബ്രൗൺ ബ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓംലേറ്റ് മാത്രം ആക്കിയിട്ട് കുറച്ച് വെജീസും ഫ്രൂട്ട്സും എല്ലാം ബ്രേക്ക്ഫാസ്റ്റിൽ മുട്ട അതെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഹലപ്പിനോ പിക്കിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഈ ചീസാലും എല്ലാം നല്ലതാണ് കേട്ടോ നമ്മളെ ബോഡിക്ക്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബ്രെഡൊന്നും വലിയ നല്ലതൊന്നുമല്ല, പക്ഷേ ബ്രെഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി, ഓറഞ്ച്, അതുപോലെ എന്താ പറയുക കക്കിരി, ഹെലോപ്പിനോ പിക്കിൾസ്, അതുപോലെ ചീസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് ഒലീവ്സും കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഡെയിലി കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഒരുപാട് ചോറ് കഴിക്കുക, ഒരുപാട് ദോശ, അരിയാഹാരം കുറച്ചിട്ട് ഇങ്ങനത്തെ ലീഫി വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ ചായ കുടിക്കലാണ്. ചായയും വലിയ നല്ലതൊന്നുമല്ല, എന്നാലും ചായ കുടിച്ച് ശീലിച്ചവർക്ക് അത് വേണ്ടേ, നിങ്ങൾ ചെക്ക് ചെയ്തോ. പിന്നെന്താ, എനിപ്പില്ലേ എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, വീട് എങ്ങനെയാണ് എപ്പോഴും നീറ്റാക്കി വെക്കുക, മാസത്തിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, ആഴ്ചയിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, ഡെയിലി ക്ലീനിങ് എന്താ പറയുക വിശദമായിട്ട് പറയുമെന്ന്. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോസിൽ കാണിച്ചതാണ്. പക്ഷേ ഞാൻ എന്താ പറയുക മാസത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നും. ഞാൻ ഡെയിലി ക്ലീനിങ്ങും വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്യുന്നല്ലാണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുവരെ ഷെയർ ആക്കിയിട്ടില്ല. ഇൻഷാല്ലാ ഇന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിൽ ഡെയിലി ക്ലീനിങ്ങിൽ എൻ്റെത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസ് എപ്പോഴും കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ രാവിലെ എണീച്ചാട് ബെഡ് ക്ലീൻ ആക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാര്യത്തിൽ ഡെയിലി ക്ലീനിങ്ങിൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യം, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഡ് വൃത്തിയാക്കി വെക്കുക, വിരിച്ചിടുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പകുതി പണി തീർന്നോളത്തെ ഒരു ഫീൽ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഇപ്പം ബെഡ് അവിടെ വലിച്ചിട്ട് കിച്ചണിലേക്ക് പോയി കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞ് അതും വലിച്ചു വാരിയിട്ട് പിന്നെയും ബെഡ് വിരിക്കാനെല്ലാം പോകുമ്പോൾ കുറേ പണിയായിരിക്കും. പക്ഷേ
നമ്മൾ ആദ്യം എണീച്ച ഉടനെ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് ഒന്ന് ബെഡെല്ലാം വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബെഡ് വിരിക്കാനുണ്ട് എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികളെ ആണെങ്കിലും നമ്മളത് ശീലിപ്പിച്ചെടുക്കുക. ബെഡ് അവർ വിരിക്കാൻ പറയുക. അത് ചെറുതിലെ നല്ലൊരു ഗുഡ് ഹാബിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് നമ്മൾ ചെറുതിലെ കുട്ടികൾ അവരെ ബെഡ് വിരിക്കാൻ വേണ്ടിക്കും. ബാക്കി എല്ലാ പണികളും എടുപ്പിക്കണ്ട, ഞാനങ്ങനെ എല്ലാ പണികളും എടുപ്പിക്കുന്ന ഒരാളല്ല. പക്ഷെ അവരെ ബെഡും വാർഡ്രോബെല്ലാം അവരെന്നെ ക്ലീൻ ചെയ്യാൻ ഒന്ന് പഠിപ്പിക്കുക. പിന്നെ ബെഡെല്ലാം വിരിച്ച് കഴിഞ്ഞാൽ ഞാൻ കിച്ചണിലേക്ക് പോകും. കിച്ചണിൽ പോയിട്ട് കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കും. പിന്നെയാണ് ഞാൻ അടിച്ചു വാരാം. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഡെയിലി സെൻട്രാളും കിച്ചണും മാത്രം ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വീട് എപ്പോഴും നല്ലൊരു നീറ്റായിട്ട് കാണും. പിന്നെ പുറം ഭാഗം നമ്മുടെ സ്റ്റെപ്പും കാര്യങ്ങളുണ്ടാവില്ലേ, അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും. അതാണ് ഞാൻ ചെയ്യൽ. അതുപോലെ തന്നെ ഇപ്പം ഡെയിലി വെള്ളം ഒഴിക്കേണ്ട വേനൽക്കാലമെല്ലാണെന്നുണ്ടെങ്കിൽ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ചെടികളാണെന്നുണ്ടെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ആഴ്ചക്ക് ഒരിക്കൽ ചെയ്യേണ്ട ചെടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും വളം ഇട്ട് കൊടുക്കൽ അങ്ങനെയെല്ലാം എന്താ പറയുക ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോസിൽ അത് ഉൾപ്പെടുത്താത്തതാണ്. ചെടികളെല്ലാം എങ്ങനെ അത്ര ഭംഗിയായിട്ട് എപ്പോഴും നിൽക്കുന്നത്, അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളെല്ലാം പറയുമെന്ന് ചോദിക്കലുണ്ട്. അപ്പം ഡെയിലി നമ്മളത് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അത് ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത്. പിന്നെന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ബെഡും കാര്യങ്ങളും വിരിക്കും. എന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ കിച്ചണ് ക്ലീൻ ആക്കലാണ്. കിച്ചണിൽ എന്താ പറയുക, എൻ്റെ ഹോബും ഹുഡെല്ലാം എവിടെ നിന്നാണ് വാങ്ങി അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം പറയുമെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. പണ്ടാണ് കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കുക. ഇത് പണ്ടത്തെ ഒരു വീഡിയോ ആണ്, അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ കൊടുത്തതാണ്. പിന്നില്ലേ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ അടുപ്പും ഞാൻ തുടച്ചെടുക്കും. അടുപ്പ് ആദ്യമല്ലേ ഞാനില്ലേ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കലാണ്. ഇപ്പം മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വന്നേരെ അതിൻ്റെ ആവശ്യം വരത്തില്ല, ഭയങ്കരമായിട്ട് ക്ലീൻ ആകലുണ്ട്. പിന്നെന്താ, ആഴ്ചയിൽ ഒരിക്കലാണ് ഞാനിപ്പം ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ക്ലീൻ ആക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ആ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല, നല്ല വൃത്തിക്ക് ഓയിലും കാര്യങ്ങളും എല്ലാം ക്ലീനായിട്ട് കിട്ടലുണ്ട്. ഇത് ഞാനില്ലേ 2 വർഷം എങ്ങാനും മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അതിൽ നിന്നും ഓരോരോ വീഡിയോസൊന്നും ഓരോരോ ക്ലിപ്പ് എടുത്തിട്ട് എന്താ പറയുക വീഡിയോസ് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്നും ഷെയർ ആക്കുന്നത്. എന്നാലല്ലേ ഞാൻ ഡെയിലി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ആഴ്ചയിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, മാസത്തിലൊരിക്കൽ എന്ത് ക്ലീനിങ്ങാണ് ചെയ്യുക, അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഷെയർ ആക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ അതെല്ലാം ഒരുമിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലേ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഇതാ ആദ്യം ഞാൻ സാധാ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ തുടക്കൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിലും അടിപൊളി ഐറ്റംസ് എല്ലാം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അത് വാങ്ങണമെന്നുണ്ട്. വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നാൽ ആദ്യം ഈ ഒരു അടുപ്പ് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പകുതി പണി തീർന്ന പോലെ ഉണ്ടാവും കേട്ടോ. ടൈം മാനേജ് ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയും കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കൗണ്ടർ ടോപ്പെല്ലാം ക്ലീനാക്കി പാത്രമെല്ലാം കഴുകി അടുപ്പും ബാക്കിയുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. ആദ്യം അടുപ്പ് അങ്ങ് ക്ലീനാക്കി കഴിഞ്ഞാൽ ഒരാശ്വാസമായിരിക്കും. എന്നിട്ടാണ് ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ലാസ്റ്റ് ഞാൻ പാത്രം കഴുകലാണ്. അങ്ങനെ അപ്പോൾ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുക്ക് ചെയ്ത ഐറ്റംസ് എല്ലാം അങ്ങനെ അടച്ചു വെക്കും. എന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളിലെ ഈ കിച്ചൻ്റെ കബോർഡും കാര്യങ്ങളും അതുപോലെ തന്നെ കിച്ചൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളും കാര്യങ്ങളിലെ ഞാൻ മാസത്തിലൊരിക്കലാണെന്നുണ്ടെങ്കിൽ 2 മാസം കൂടുമ്പോഴാണ് അതിലെ പൊടിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഓരോ ഐറ്റംസ് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന രീതിയിൽ, ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ ഓവണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ്, കേക്ക് ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഐറ്റംസ് ഒരു സെക്ഷനായിട്ട് വെക്കും. ഇതുണ്ടില്ലേ എല്ലാം ഓരോ സെക്ഷനാക്കിയിട്ട് വെക്കുമ്പോൾ നമുക്കിങ്ങനെ പരതി നടക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നൊരൈറ്റം ഇല്ല, അതില്ല, ഇതില്ല എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഐറ്റംസിനും ഓരോരോ സ്പേസ് കൊടുക്കുക നമ്മൾ കിച്ചണിൽ. ഇപ്പം പാത്രങ്ങൾക്ക് സോസ് പാന് മാത്രം വെക്കാൻ, ഗ്ലാസ് ഐറ്റംസ് മാത്രം വെക്കാൻ, പ്ലേറ്റ് സെറ്റ് മാത്രം വെക്കാൻ, അതുപോലെ തന്നെ ബൗള് മാത്രം വെക്കാൻ, അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ ഐറ്റംസ് മാത്രം വെച്ച് കഴിഞ്ഞാലില്ലേ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും കേട്ടോ. നമുക്കിപ്പം കുക്ക് ചെയ്യാനും ഒന്നിനും മടി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഓരോ ഐറ്റംസ് പരതി നടന്നിട്ട് തന്നെ പകുതി ടൈം പോവും. അന്നേരം നമുക്ക് അത് ഉണ്ടാക്കാനുള്ള തോന്നൽ എന്താ പറയുക, ആ ഉണ്ടാക്കാനുള്ള മൂടും കാര്യങ്ങളെല്ലാം പോയി മടി പിടിക്കും.
അതിലും നല്ലത് ഓരോ ഐറ്റംസും ഇങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും കേട്ടോ. അതുപോലെ തന്നെയാണ് എല്ലാ ഐറ്റംസും. ഇപ്പം കുട്ടികളുടെ ഷോക്സ് ആയാലും പിന്നെ പെൻസില് കാര്യങ്ങൾ, ബുക്ക്, ഇപ്പം നമ്മുടെ ചാർജർ കാര്യങ്ങൾ, ബാറ്ററി ഐറ്റംസ് എല്ലാം അതിനെല്ലാം ഓരോ സെക്ഷനാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ടൈം മാനേജ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെയല്ലേ ഞാൻ ആഴ്ചക്കൊരിക്കൽ ചെയ്യുന്ന കാര്യമാണ് ഈ ഫ്രിഡ്ജ് ക്ലീനിങ്. ഞാൻ ഷോപ്പ് ചെയ്യുമ്പം എന്താ പറയുക, ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ദിവസത്തിന് മുന്നേ ആണ് ഞാനിപ്പം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. ഞാനിപ്പം സൺഡേയിലാണ് ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സാറ്റർഡേ മൊത്തത്തിൽ ക്ലീൻ ആക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അധികവും ഇങ്ങനത്തെ ക്ലീനിങ്ങെല്ലാം ചെയ്യുക വ്യാഴാഴ്ചകളിലാണ്. വെള്ളിയാഴ്ച എനിക്കൊരു സ്പെഷ്യൽ, നമുക്കെല്ലാവർക്കും വെള്ളിയാഴ്ച സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മൾ കരുതലുണ്ട്. ജുമാ നമസ്കാരം, കഹഫ് സൂറത്ത് ഓതാ ഒരു 12:30 മണിനുള്ളിൽ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ഞാൻ മൊത്തം ഇങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ്ങെല്ലാം ചെയ്യൽ വ്യാഴാഴ്ചയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അധികം ഫ്രിഡ്ജൊന്നും മോശമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കും. അങ്ങനെ ഇത് ആഴ്ചക്കൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാലില്ലേ ഫ്രിഡ്ജ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് ഞാനൊരു നോമ്പിൻ്റെ ടൈം എങ്ങാനും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത വീഡിയോ ആണ്. നമ്മളിപ്പം ഫ്രിഡ്ജ് ചിലപ്പോൾ ചില വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് കാണുമ്പം പഠിച്ചവനെ അമ്മക്ക് തന്നെ വിചാരിക്കും ഒന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ വെക്കും, ആ കവറോട് തന്നെയായിരിക്കും ഫ്രിഡ്ജിൽ കൊണ്ടേക്കുക. പിന്നെ അടുത്ത മാസം സാധനങ്ങൾ വാങ്ങിയാലായിരിക്കും ആ കവറിലുള്ള ഐറ്റംസ് എല്ലാം കേട് വന്ന് സ്മെല്ല് ചെയ്ത് നമുക്ക് എന്തോ ആവും കാണുമ്പം തന്നെ. അപ്പം ഇല്ലേ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെയിലി നമ്മൾ സാധനം വാങ്ങുന്നതിന് മുമ്പേ, സാധനങ്ങൾ വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ കേട് വന്ന സാധനങ്ങളെല്ലാം എടുത്ത് കളയുക. അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണോ അത് നോട്ട് ചെയ്യുക. എന്നിട്ട് ഫ്രിഡ്ജ് മോശമായ ഭാഗങ്ങളൊന്നും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. ഇപ്പം ഫ്രിഡ്ജ് തീരെ ശ്രദ്ധിക്കാത്തവരാണ്, ഇങ്ങനെ വലിച്ചു വാരി എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഫ്രിഡ്ജ് ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങളിപ്പം മടിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുമ്പോൾ എല്ലാം ഒരുമിച്ച് വൃത്തിയാക്കുക എന്ന് വിചാരിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരുമിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആകുമ്പം ടയേർഡാവും. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പം നിങ്ങളെ വീട്ടിൽ മൊത്തം അലങ്കോലമായിട്ടാണുള്ളതെങ്കിൽ ആദ്യം നിങ്ങൾ ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം ഫ്രിഡ്ജ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫ്രിഡ്ജ് മാത്രം ക്ലീൻ ചെയ്യുക. ഫ്രിഡ്ജിൽ വേണ്ടാത്ത കറിവേപ്പില, ഉണങ്ങിയ കറിവേപ്പില, ചെറുനാരങ്ങ, തക്കാളി, കേടുവന്ന തക്കാളി ഐറ്റംസ്, എന്തെല്ലോ ഐറ്റംസ് ഉണ്ടാവും. ഞാൻ കാണുന്നത് തന്നെയാണ് കേട്ടോ. എല്ലാവരും അല്ല, ചില ഫ്രിഡ്ജെല്ലാം നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പം വല്ലാത്തൊരവസ്ഥയായിരിക്കും കാണുമ്പം. ഏതോ കഴിഞ്ഞ വർഷം എങ്ങാനും വാങ്ങിയ ഡേറ്റ് ചെയ്യുന്ന ബോട്ടിലും കാര്യങ്ങളും ഉണ്ടാവും. അതൊന്നും കളയാണ്ട് അവിടെ വെക്കും. അപ്പില്ലേ നമുക്ക് ഭയങ്കര കുക്ക് ചെയ്യാൻ തോന്നൂല, മടിയായിരിക്കും, സ്ട്രെസ്സായിരിക്കും, വീട്ടിൽ വെറുതെ പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം നമ്മൾ വീട് വൃത്തിയാക്കാത്തതുകൊണ്ടുള്ള കാര്യങ്ങളാണ്. വീട് വൃത്തിയാക്കുമ്പോൾ നമുക്ക് എവിടെയും കറങ്ങാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സന്തോഷം കണ്ടെത്താൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങളെ വീട് ഇപ്പം നല്ല ഭയങ്കര ബോറില്ലാന്നുള്ളതുണ്ടെങ്കിൽ ആദ്യം ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഫ്രിഡ്ജിലെ എല്ലാ ഐറ്റംസും എടുത്ത് മാറ്റി ടേബിളിൻ്റെ ഉള്ളിൽ വെക്കാം. എന്നിട്ട് അതിൽ ഡേറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബക്കറ്റ് എടുക്കും. എന്നിട്ട് ഡേറ്റ് ചെയ്ത ഐറ്റംസ്, വേണ്ടാത്ത ഐറ്റംസ് എല്ലാം ആ ബക്കറ്റിലിടും. ഇപ്പം ബോട്ടിലും കാര്യങ്ങളെല്ലാം വേറൊരു ബക്കറ്റിൽ ഇപ്പം വേണ്ടാത്ത ഈ കേടുവന്ന തക്കാളി ഐറ്റംസ് എല്ലാം ഇല്ലേ അതിലിട്ട് വെക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കളയാനും എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പം ബോട്ടിലും തക്കാളി ഐറ്റംസും എല്ലാ ഐറ്റംസും വെജീസും കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കളയുമ്പോൾ ഒരു വിഷമമായിരിക്കും. പക്ഷേ 2 ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം കത്തിക്കേണ്ട ഐറ്റംസ് കത്തിക്കുക, കളയേണ്ട ഐറ്റംസ് കളയാം, ആർക്കെങ്കിലും കൊടുക്കേണ്ട ഐറ്റംസ് അങ്ങനെ ചെയ്യാം. അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാ ബോട്ടിലും കാര്യങ്ങളും ഡേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടാവും, ഡേറ്റ് ചെയ്യുന്ന പൊടികളുണ്ടാവും. അങ്ങനെ എല്ലാ ഐറ്റംസും കളയാം. പിന്നെ എന്നിട്ട് ഇങ്ങനെ അതിലെ ബോക്സും കാര്യങ്ങളെല്ലാം ഊരി നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണക്കിയെടുക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട്, ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തുടച്ചിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാം. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെയില്ലേ അധികം ആൾക്കാരും പറയുന്നതാണ് വെറുതെ ഇരിക്കുമ്പോൾ ടെൻഷനാണ്, ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല, എല്ലാത്തിനും ടെൻഷനാണ്.
അപ്പം ഇല്ലേ നമ്മൾ വിചാരിക്കുന്നതൊന്നും നടന്നിട്ടില്ലെങ്കിലും നമ്മൾ മുന്നിലുള്ളത് ഞാനെവിടെയോ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചതായിരിക്കും ഇന്ന് നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മളെ മുന്നിലുള്ളതിനെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് നമുക്ക് കിട്ടാത്തതിന് പിറകെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നമ്മളൊന്നും അല്ലാണ്ടായി പോകും. അപ്പം ഇല്ലേ നമ്മളെ മുന്നിൽ ഇപ്പം നമ്മളെ ദൈവം നമുക്ക് എന്താണോ തന്നെ അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ മാത്രം ശ്രദ്ധിക്കുക, അത് ആസ്വദിച്ചിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. എന്തായിക്കോട്ടെ, ഇപ്പോൾ കുട്ടികളില്ലാണ്ട് വിഷമിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികളെ തന്നെ കിട്ടിയത് നമ്മളെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് കിട്ടാണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നമുക്ക് കാഴ്ചശക്തി, കേൾവി ശക്തി, അങ്ങനെ അതൊന്നും ഇല്ലാണ്ട് ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ട്. അപ്പം ഇല്ലേ നമുക്കിപ്പോൾ എന്താണോ ഉള്ള അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കും. അന്നേരം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇതാ ഞാനില്ലേ ഫ്രിഡ്ജെല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രിഡ്ജ് മോശമാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചിന്തിക്കുക, വീട്ടിൽ ഏതെല്ലാം സ്ഥാനത്ത് വെക്കണം, എങ്ങനെല്ലാം ക്ലീൻ ആക്കണം. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മൊത്തത്തിൽ മോശമായവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലീൻ ചെയ്യേണ്ടത് ഫ്രിഡ്ജാണ്. ഇന്നത്തെ ദിവസം അത് മാത്രം ഫോക്കസ് ചെയ്യുക, അത് മാത്രം ക്ലീൻ ആക്കി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഡെയിലി അലക്കാനിടും കേട്ടോ. ഞാൻ ഡെയിലി അലക്കാനിട്ടാലില്ലേ അലക്കാനുള്ളത് കൂടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി എങ്ങനെയാണ് അലക്കാനിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ആഴ്ചക്ക് ഒരിക്കലാണ് കേട്ടോ അലക്കുക. പിന്നെ ബെഡ്ഷീറ്റ് 3 ദിവസം കൂടുമ്പോൾ ഞാൻ മാറ്റാൻ ശ്രദ്ധിക്കലുണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ബെഡ്ഷീറ്റ്, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് എന്തായാലും 3 ദിവസത്തിൽ കൂടുതൽ വിരിച്ചിടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിനായാലും നമ്മുടെ ഹെൽത്തിനായാലും അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു പോസിറ്റീവ് എനർജി വീട്ടിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു സ്മെല്ലെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അലക്കാൻ ശ്രദ്ധിക്കുക. പിന്നില്ലേ അധികം ആൾക്കാരും പറയുന്നതാണ് മഴക്കാലമായി കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. വീട്ടിനുള്ളിൽ നമ്മൾ ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അലക്കുവാന്നുണ്ടെങ്കിൽ വീട്ടിൽ ബെഡ്റൂമിലായാലും ആറിയിട്ട് കഴിഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നല്ല സ്മെല്ല് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഞാനങ്ങനെ അലക്കിയിട്ട് ആറിയിടുന്ന ഒരാൾ തന്നെയാണ്. കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലുള്ള ലിക്വിഡും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ അലക്കുവാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെന്താ, അപ്പോൾ ഇതാ ഞാൻ ബെഡ്റൂമിൽ തന്നെയാണ് കേട്ടോ ആറിടുക. കോട്ടയാടിലൊന്നും ചാരലടിക്കും, അതുകൊണ്ട് ബെഡ്റൂമിലാണ് ആറിടുക. പക്ഷെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. നല്ല സ്മെല്ലായിരിക്കും ഈ ബെഡ്റൂമിലേക്ക് വരുന്ന ടൈമിൽ. കാരണം കംഫർട്ടിൻ്റെ നല്ല അടിപൊളി സ്മെല്ലല്ലേ. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു ഫ്രഷ് ഫീലാണ് കേട്ടോ എനിക്ക് ഉണ്ടാവല്. അധികം എന്നോട് ചോദിക്കലുണ്ട്, ബെഡ്റൂമിൽ ആറിയിട്ട് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവില്ലേന്ന്. ഇല്ല കേട്ടോ. നമ്മൾ അലക്കുമ്പം വാഷിംഗ് മെഷീനെല്ലാം ഇടയിലൊന്ന് ക്ലീൻ ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണ് അധികം നമ്മൾ മടി പിടിച്ച് ക്ലീൻ ചെയ്യാണ്ടെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ അലക്കിയ ഡ്രസ്സിന് ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഒന്ന് വിജയിച്ചാൽ തന്നെ അടിപൊളി സ്മെല്ലെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അലക്കിയ ഡ്രസ്സ് അന്നേരം തന്നെ മടക്കി വെക്കാമെന്ന് രാത്രി തന്നെ ഉണങ്ങിയ ഡ്രസ്സ് ഉണ്ടാവില്ലേ, മടക്കിയെടുക്കുക. എന്നിട്ട് അത് അന്നത്തെ ദിവസം തന്നെ കബോർഡിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതിപ്പം എല്ലാം ഒരുമിച്ച് ചെയ്യുന്നതല്ല കേട്ടോ. ഞാനിപ്പം ഡെയിലി ചെയ്യുന്ന കാര്യമാണ്, ഒന്ന് ബെഡ്ഷീറ്റ് വിരിക്കും, പിന്നെ ഒന്ന് സെൻട്രാളും കിച്ചണും മാത്രം തുടച്ചെടുക്കും. ഡെയിലി അലക്കാൻ ഇടും. ഉണങ്ങിയ ഡ്രസ്സ് ഡെയിലി മടക്കി വെക്കും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡെയിലി ചെയ്യും. പിന്നെ ഞാൻ മാസത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്, ഡീപ്പ് ക്ലീനിങ്. പക്ഷേ ഇപ്രാവശ്യം ഞാനില്ലേ എൻ്റെ മതിലും കാര്യങ്ങളെല്ലാം നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിന്. നമ്മൾ ഇതൊരു വയലേരിയ പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ നല്ലോണം പൊടി പിടിക്കും, ഈ ബ്ലാക്ക് കളറായിട്ട് വരും. അപ്പോൾ അതെല്ലാം തുടക്കാൻ വേണ്ടിക്ക് ഞാൻ ഡീപ്പ് ക്ലീനിങ്ങിന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിന്. അല്ലാന്നുണ്ടെങ്കിൽ മതിലും കൂടി നല്ലോണം മോശമായി, കോട്ടയാടിൻ്റെ ആ ഒരു കമ്പിയും കാര്യങ്ങളെല്ലാം പാവി പിടിക്കലെന്ന് അറിയും നിങ്ങളെന്താ പറയുക അറിയില്ല, അങ്ങനെ വന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് ഞാൻ പിന്നെ ഡീപ്പ് ക്ലീനിങ്ങിന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിന്. പക്ഷേ സാധാരണ ഞാൻ ചെയ്യില്ല, അങ്ങനെയൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ മാസത്തിൽ ചെയ്യുന്ന കാര്യമൊന്ന് ഇങ്ങനെ കബോർഡും കാര്യങ്ങളെല്ലാം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനത്തെ പണികളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനധികം ഖുറാനാണ് കേട്ടോ കേൾക്കൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാനെ വിളിക്കും, ഉമ്മാനോട് സംസാരിക്കും. അന്നേരമൊക്കെ സ്പീഡായിട്ട് പണികൾ തീരുന്ന പോലെ ഉണ്ടാവും. ഇപ്പം നമുക്ക് എന്തെങ്കിലും സൂറത്ത് ഓതി തീർക്കാനുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ഓതുന്ന സൂറത്തെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഓതി തീർക്കാനുണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പണിയും തീരും, നമ്മൾ ഓത്തും കാര്യങ്ങളും തീരുകയും ചെയ്യും.
അതുപോലെ തന്നെ ചിലർക്ക് പാട്ട് കേൾക്കാനും നല്ല റിലാക്സിങ് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എന്താണോ നിങ്ങൾക്കിഷ്ടം അതിനനുസരിച്ച് എന്തെങ്കിലും കേട്ടിട്ട് പണിയെടുക്കുകയെന്നുണ്ടെങ്കിലേ ഭയങ്കര ഈസി ആയിട്ട് പണി തീരുകയും ചെയ്യും. പണിയെടുത്ത സ്ട്രെസ്സും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പം മാസത്തിലൊരിക്കലേ ഞാൻ നേരത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കും. എന്നിട്ടിങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളിപ്പം ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട്, ആഴ്ചയിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുമ്പം ഭയങ്കര ഹെവി ആയിട്ട് പണികളും കാര്യങ്ങളും ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് പണികളുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പൊടികളും കാര്യങ്ങളും എടുത്താൽ മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നില്ല, മടി പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആഴ്ചയിൽ ക്ലീൻ ചെയ്യുന്നില്ല, മടിയാണ്. മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണെന്നുണ്ടെങ്കിലേ നമുക്ക് 2 ദിവസം 3 ദിവസം എടുത്തു കഴിഞ്ഞാലും ക്ലീനിങ് നടക്കൂല. ഇപ്പം റമദാൻ്റെ ടൈമെല്ലാം ഭയങ്കരമായിട്ട് ആൾക്കാർ ഇട്ട് ഓടുന്നതാണ്. എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നടുവേദന കാര്യങ്ങൾ എല്ലാം ആയിരിക്കും. പക്ഷേ നമ്മൾ ഡെയിലി കുറച്ച് സമയം ഒരു 10-15 ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് എല്ലാം മതി. നമ്മൾ രാവിലെ എണീക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒന്ന് ബെഡ്ഷീറ്റ് വിരിച്ച് അടിച്ചു വാരി കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി ജസ്റ്റ് എന്തെങ്കിലും ജനലെല്ലാം ഒരു പൊടിയെല്ലാം ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിനെല്ലാം എന്തെങ്കിലും കലകളുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അതൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം 1 മണിക്കൂർ അത്രയല്ലേ വേണ്ടു കേട്ടോ. ഡെയിലി ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ഭയങ്കര പ്രാക്ടീസ് ആയിരിക്കും, ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ ഒന്നറിയില്ലേ, നമുക്കിങ്ങനെ മാസത്തിൽ ചെയ്യുമ്പോൾ നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം അധികം എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മാസത്തിലാണ് കേട്ടോ ഞാനിങ്ങനെ ജനൽ, അതുപോലെ തന്നെ ഈ മേശയിലുള്ള വേണ്ടാത്ത ഐറ്റംസും കാര്യങ്ങളും. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാലിയായ ബോട്ടിൽ കാര്യങ്ങൾ, ഡേറ്റ് ചെയ്യുന്ന ഐറ്റംസ്, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാത്ത ഡ്രസ്സ്, വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നും കളയൂല, എല്ലാം വീട്ടിലുണ്ടാവും. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീട് വൃത്തിയാക്കാനും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊരു എന്താ പറയുക, എനിക്ക് തോന്നൽ എന്താ പറയുക, എനിക്കൊരു ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ ഉണ്ടാവൽ. അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാമെന്ന് എനിക്കറിയില്ല. ഞാനെല്ലാം ഉണ്ടെങ്കിൽ എന്താ പറയുക, അത് എനിക്ക് യൂസ് ചെയ്യാത്തതാണെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഉപകാരമുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. ഞാനത് വീട്ടിൽ നിന്ന് അത് ഒഴിവാക്കാൻ ശ്രമിക്കലുണ്ട്. ഇപ്പം മരുന്നിൻ്റെ ബോട്ടിലായാലും ആ മരുന്ന് കുടിച്ച് കഴിഞ്ഞ് നമുക്ക് അസുഖം മാറിക്കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കും. അതുപോലെ തന്നെ ഇപ്പം ചീർപ്പും കാര്യങ്ങളും കുറേ കാലം മുന്നുള്ള ചീർപ്പായിരിക്കും, പക്ഷെ അതിൽ മുടി പോലും കളഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പം പുതിയ ചീർപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ആയിരിക്കും. ഇപ്പം ബാത്റൂമിൻ്റെ എല്ലാം വിൻഡോൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാലിയായ ഓയിൽ ബോട്ടിലുണ്ടാവും, കാലിയായ പേസ്റ്റ്, ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ട് എന്താ പറയുക സോപ്പും കാര്യങ്ങളും. അങ്ങനെയെല്ലാം അതൊന്നും കളയൂല, പക്ഷെ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇല്ലേ, അതെല്ലാം ഒന്നിട്ടാ നമ്മൾ വീട് മോശമാക്കുന്ന കാര്യങ്ങൾ. നമുക്ക് വേണ്ടാത്തത് എന്താണോ, ഇതിപ്പോൾ പാത്രങ്ങളായിക്കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഒരു പുതിയ പാത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേറൊരു പാത്രം അതുണ്ട്, അത് കളയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അത് കളയേണ്ട ആവശ്യമില്ല. ആവശ്യക്കാരുണ്ടല്ലോ, നമുക്ക് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അതിനാവശ്യക്കാർ അർഹതപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പം ഡ്രസ്സായാലും അധികം ആൾക്കാർ പറയുന്നതാണ് ഡ്രസ്സ് ആഴ്ചയിലോ കുറേ ഡ്രസ്സ് ഉണ്ടല്ലോ, ഒരിക്കലിട്ട ഡ്രസ്സ് ഒരിക്കലിടുന്ന കാണുന്നില്ലല്ലോ എന്നെല്ലാം. അതില്ലേ ഞാനിപ്പം കുന്നുകൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലിട്ട ഡ്രസ്സ് ഒരിക്കൽ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ആ ഡ്രസ്സ് എനിക്കിപ്പം വീഡിയോൻ്റെ ആവശ്യത്തിന് ആയാലും എനിക്കിപ്പം ഉമ്മയായാലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാം ആ ഡ്രസ്സ് കൊണ്ടുവരുത്തുണ്ട്. പിന്നെ പെരുന്നാൾക്ക് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡ്രസ്സ് വാങ്ങും. അപ്പം ഞാൻ അത് കുറേ നാളെടുത്ത് വെക്കൂല. ഞാനിപ്പോൾ പുതിയതായാലും അത് അന്നേരം തന്നെ യൂസ് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ ഡ്രസ്സ് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് ആവശ്യക്കാർക്ക് കൊടുക്കലാണ്. പിന്നെ ആഴ്ചയിലൊന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. അതിൽ നമുക്കറിയുന്ന ആൾക്കാർ തന്നെ കുറേ ഉണ്ട്. ഇപ്പം ബെഡ്ഷീറ്റായാലും ഡ്രസ്സായാലും എല്ലാം കൊടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ കൊടുക്കുന്നത് പറയാൻ പാടില്ല, എന്താ പറയുക, പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് നമ്മൾ കൊടുക്കുന്നത് പറയുമ്പോൾ ഇഷ്ടപ്പെടില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആഴ്ച തരാത്ത അർഹതപ്പെട്ടവരുണ്ടായോണ്ടാണ്. ഇപ്പം ഞാനിട്ട ഈ ഡ്രസ്സൊന്നും നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ പണ്ടത്തെ 2 വർഷം മുന്നേ, 1 വർഷം മുന്നേ, 6 മാസം മുന്നേ എടുത്ത വീഡിയോസിലോന്ന്. പക്ഷേ ആ ഡ്രസ്സൊന്നും നിങ്ങൾ ഇപ്പോഴത്തെ വീഡിയോസിൽ കാണുന്നുണ്ടാവില്ല. കാര്യം ഞാനത് അർഹതപ്പെട്ടവർക്ക്, ആവശ്യപ്പെട്ടവർക്ക് അത് കൊടുത്ത് ഒഴിവാക്കും. ഇല്ലാണ്ട് എൻ്റെ കബോർഡിൽ മൊത്തം വീണ്ടും ഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കബോർഡ് മൊത്തം ഫില്ല് ചെയ്യും. ഓർമ്മകൾക്കെല്ലാം വെക്കുന്നവരുണ്ട്, അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇല്ലത് മൊത്തം ഓർമ്മകൾക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കബോർഡ് എപ്പോഴും മോശമായിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്.
അപ്പം അവർക്ക് കൊടുക്കുക. നമുക്കിപ്പം ആവശ്യത്തിലധികം ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുക. അങ്ങനെ ആവുമ്പില്ലേ നമ്മളെ കബോർഡും കാര്യങ്ങളും എപ്പോഴും നീറ്റായിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മം അത് നമ്മൾ ചെയ്യുകയും ചെയ്ത് അങ്ങനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും വീട് നീറ്റായിട്ട് ഇരിക്കേണ്ട ടിപ്സും കാര്യങ്ങളല്ലേ ഞാൻ ഷെയർ ആക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇഷ്ടപ്പെടാത്തവർ വിട്ടെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കും വീഡിയോ ചെയ്യുമ്പം കുറേ ഡ്രസ്സ് കിട്ടും. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് അന്നേരം തന്നെ അർഹതപ്പെട്ടവർക്ക് അത് യൂസ് ചെയ്യാണ്ട് തന്നെ ഞാൻ കൊടുക്കലാണ് കേട്ടോ. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എല്ലാം ഇരിക്കും നമുക്ക് അവരയച്ചു തന്നിട്ടുണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യാത്ത ടൈപ്പ് ഡ്രസ്സ് ആയിരിക്കും അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക. അന്നേരമല്ല അതെല്ലാം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണ്ട, അയ്യോ ഇതിന് ഇത്ര വില ഉണ്ടല്ലോ, ഇത് കൊടുക്കണ്ട, ഇത് കൊടുത്താൽ എനിക്ക് തീർന്നു, അങ്ങനത്തെ ചിന്തയിൽ വെച്ച് നിന്നതിനാൽ അത് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യില്ല, അതാർക്കും കൊടുക്കുകയും ചെയ്യില്ല, അതാർക്കും ഉപകാരപ്പെടാണ്ട് നശിച്ചു പോകും. അതിനാണ് കേട്ടോ പഠിച്ച റബ്ബ് അരിയിലെല്ലാം കുത്തൻ എന്ന് പറഞ്ഞ സംഭവം, പുഴുക്കൾ പ്രാണികളെല്ലാം ഇറക്കിയിട്ടുള്ളത്. കാര്യം നമ്മൾ മനുഷ്യന്മാർ അത് പുഴുത്ത് വെക്കും ആർക്കും കൊടുക്കാണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തതിനാൽ നമുക്ക് കൂടുകയും ചെയ്യും. എത്രമാത്രം നമ്മൾ കൊടുക്കുന്നോ അത്രമാത്രം നമുക്ക് സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് കേട്ടോ ശരിക്കുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ഡ്രസ്സായാലും എന്ത് ഐറ്റംസ് ആയിക്കഴിഞ്ഞാലും നമുക്കത് യൂസ് അല്ല എന്ന് പറയുമ്പം അത് മുഷിന് കീറി പഴയതായി ആർക്കും യൂസ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെയല്ല കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം യൂസ് ചെയ്ത ഒരു സൽവാർ, അതിപ്പം നമുക്ക് വേറൊരു സൽവാർ ഒരു പെരുന്നാൾക്ക് 2-3 സൽവാറെല്ലാം ഉണ്ടെങ്കിൽ ആ സൽവാർ അധികം പഴയതായിട്ടില്ലെങ്കിലും അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്തതിനാൽ നമുക്കതൊരു നല്ലൊരു പുണ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കത് വീണ്ടും കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ കബോർഡും കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഇങ്ങനത്തെ കിച്ചണിലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളില്ലേ, അതും ഞാൻ ഇതിപ്പം നമ്മൾ സെൻട്രാളും ബെഡ്റൂമും കാര്യങ്ങളും ഡീപ്പ് ക്ലീൻ ആക്കിയ ദിവസം തന്നെ ഞാൻ കിച്ചൺ ഡീപ്പ് ക്ലീൻ ആക്കാൻ നിൽക്കില്ല. കാര്യം നമുക്ക് ഭയങ്കര പണിയായിട്ട് അത് ഫീൽ ചെയ്യും. അപ്പം വേറൊരു ദിവസം റെസ്റ്റെല്ലാം കഴിഞ്ഞ് വേറൊരു ദിവസമായിരിക്കും കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്യുക. കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ വലിയ ഏരിയ ആണ്. എൻ്റേതാണെന്നുണ്ടെങ്കിൽ ആലൻ കിച്ചൺ ആയതുകൊണ്ട് തന്നെ വലിയ സ്പേസിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ആക്കണം. ഞാൻ ഒരു ദിവസം കൗണ്ടർ ടോപ്പിന് മുകളിലുള്ള ഐറ്റംസ് എല്ലാം ക്ലീൻ ആക്കും. എന്നോട് ചോദിക്കലുണ്ട് ഈ വുഡൻ ഐറ്റംസ് എല്ലാം എല്ലാവരെയും മോശമാകുന്നുണ്ടല്ലോ, എന്താ ഇർഫാനാൻ്റെ അത് അങ്ങനെ മോശമായിട്ട് കാണാത്തതെന്ന്. ഇതിൽ ഞാൻ ഇടയിലിങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നല്ല വെയിലത്ത് വെച്ച് കൊടുക്കും കേട്ടോ. മോശമാവാത്തതല്ല, മോശമാകുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അധികം അങ്ങനെ മോശമാവുകയും ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഇതുണ്ടില്ലേ എല്ലാത്തിനും കറുപ്പ് പൂപ്പൽ, ആ ഒരു വെള്ള കളർ പൂപ്പലും കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിപ്പം ഞാൻ നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കി ഒലിവ് ഓയിലോ എന്തെങ്കിലും ഓയിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഇത്രയും വർഷം എൻ്റെ ഈ വുഡൻ ഐറ്റംസ് എല്ലാം നിൽക്കുന്ന. ഇങ്ങനെ നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വുഡൻ ഐറ്റംസ് ഒന്നും ആയിപ്പോവില്ല. അങ്ങനെ പിന്നെന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഡെയിലി ചെയ്യുന്ന കാര്യമൊന്ന് അടിച്ചു വാരൽ എല്ലാം. പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന കാര്യം, സെൻട്രാൾ മാത്രം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയം ഈ സോഫ സെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതിൻ്റെ അടിഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം മോശമായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് എൻ്റേത് ഡെയിലി ഇങ്ങനെ വലിച്ച് നീക്കിയിട്ടൊന്നും അടിച്ചു വരാൻ പറ്റാത്തൊരു സോഫ സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ടൈം ഞാൻ എല്ലാം വലിച്ച് ഇങ്ങനെ നല്ല വൃത്തിക്കൊന്ന് അടിച്ചു വരും. എന്നിട്ടാണ് തുടച്ചെടുക്കുമ്പോഴേ നമ്മൾ അതിലെന്തെങ്കിലും നല്ല സ്മെല്ല്, നമുക്കിഷ്ടമുള്ള സ്മെല്ല് ലിക്വിഡും കാര്യങ്ങളും ഞാനില്ലേ ഓരോരോ സമയം ഈ മോപ്പില്ലേ നമ്മൾ അവിടെ തന്നെ വെച്ചതല്ലേ അതിനൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അതാദ്യം നമ്മൾ കുറച്ച് സർഫും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് കുത്തി ഓമ്പാന്ന് പറയും. അങ്ങനെ ഓമ്പിയിട്ട് വേണം നല്ല വെള്ളത്തിൽ ചെയ്യാൻ വേണ്ടിക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോപ്പ് വെച്ചിട്ട് എന്നെ തുടച്ചെടുക്കുകയെന്നുണ്ടെങ്കിലേ ഭയങ്കര സ്മെല്ലായിരിക്കും വീട്ടിനുള്ളിൽ. അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ചില നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിലായിരിക്കും നമ്മളെ വീടിനുള്ളിൽ സ്മെല്ല് വരാം. ഒന്നാമത് ഡ്രസ്സെല്ലാം ആറിയിടുന്ന ആൾക്കാർ സ്മെല്ല് വരുന്നെന്ന് പറയാൻ കാരണം നമ്മൾ അലക്കുന്നത് ശരിയില്ലായിട്ടായിരിക്കും. ഒന്നാമത് നമ്മൾ ഇടയിൽ വാഷ് മെഷീൻ ഒന്ന് ക്ലീൻ ആക്കണം. രണ്ടാമത് എല്ലാ ഡ്രസ്സും ഒരുമിച്ചിട്ടിട്ട് കുട്ടികളുടെ ഡ്രസ്സും ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും എല്ലാം ഒരുമിച്ച് കുത്തി നിറച്ചിട്ട് അലക്കി കഴിഞ്ഞാൽ മെഷീനിൽ അങ്ങനെ ക്ലീൻ ആവില്ല. അപ്പില്ലേ കുട്ടികളുടെ ഡ്രസ്സ് മാത്രം കുറച്ചലക്കുക,
അത് കഴിഞ്ഞ് നമ്മളെ ഡ്രസ്സ് അലക്കുക. അങ്ങനെ വൈറ്റ് മാത്രം ഇട്ട് അലക്കുക. അങ്ങനെ ആകുമ്പം സ്മെല്ലുണ്ടാവില്ല കേട്ടോ വീട്ടിൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോപ്പ് ആദ്യം സർഫ് ഇട്ടിട്ട് നല്ലോണം കുത്തി ഒമ്പിച്ച് വേണം വീണ്ടും നല്ല ശുദ്ധ വെള്ളം എടുത്തിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് വേണം തുടച്ചെടുക്കാൻ വേണ്ടിക്ക്. അങ്ങനെ ആകുമ്പം ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മൾ വീട്ടിനുണ്ടാവുക. അപ്പം ഞാൻ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം തുടക്കും. ആദ്യം ഒരു തുടക്കും, കച്ചറയെല്ലാം എടുത്ത് കളയും, പിന്നെ ഒരു പിന്നെ ലാസ്റ്റ് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും നല്ല അടിപൊളി ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും. ഗ്ലാസും കാര്യങ്ങളായാലും ടേബിളായാലും എല്ലാം 2 പ്രാവശ്യം തുടക്കും കേട്ടോ. ആദ്യം അതിൻ്റെ കച്ചറകളെല്ലാം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കും. എന്നിട്ടാണ് നല്ലൊരു നല്ല വെള്ളം എടുത്തിട്ട് നല്ല വൃത്തിക്ക് തുണിയും കാര്യങ്ങളെല്ലാം ഒമ്പിച്ച് തുടച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. വീട്ടിൽ സ്മെല്ലുണ്ടാവുകയേ ചെയ്യില്ല, ബാഡ് സ്മെല്ലുണ്ടാവുകയേ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഈ ഉള്ളി, പഴം കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റും കാര്യങ്ങളിലില്ലേ, ഇതിലില്ലേ ആഴ്ചയിലൊരിക്കലാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പം ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ആഴ്ചയിലൊരിക്കൽ തന്നെ ക്ലീൻ ആക്കണമെന്നില്ല, 2 ആഴ്ച കൂടുമ്പം ക്ലീൻ ആക്കിയാൽ മതി. ക്ലീൻ ആക്കുന്ന ടൈം ഇങ്ങനെ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ട് വേണം ക്ലീൻ ആക്കാൻ. അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ വെച്ച പഴത്തിലെല്ലാം കറുപ്പ് വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രാണികൾ വരും, സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പം ചക്ക അങ്ങനത്തെ പഴങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മളിപ്പം കുറച്ച് നല്ലോണം പഴുത്തിന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ബോക്സിലാക്കി വെക്കുക. അധികം പഴുത്ത് അതിൻ്റെ സ്മെല്ലെല്ലാം ബാഡ് സ്മെല്ലെല്ലാം വരുന്ന രീതിയിൽ തന്നെ ഈ കൊട്ടയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വീടും കിച്ചണെല്ലാം ഒരു ബാഡ് സ്മെല്ലായിരിക്കും. ഉള്ളിത്തോല്, ഉള്ളിക്കൊട്ടയിലധികം എന്താ പറയുക, നമ്മൾ ചീനതെന്ന് പറയും, കേട് വന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം സമയത്തിന് നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നില്ലേ ഈ ഉരുളക്കിഴങ്ങ് മുളക്കാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഇരുട്ടായിട്ടില്ല, അധികം എന്താ പറയുക വായുസഞ്ചാരം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുളക്കൂല. അത് നല്ല അടിപൊളി ടിപ്പാണ്. പിന്നെ കിച്ചണിൽ നമ്മൾ മാറ്റ് ഇടുമ്പില്ലേ കുറച്ച് വലിയ മാറ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇതില്ലേ നമ്മുടെ നാട്ടിൽ 65 രൂപേൻ്റെ പൊടിയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിയതാണ്. 500 രൂപ എങ്ങാനുമാണ്. ആക്ച്വലി വീട്ടിൽ കൂടുതൽ ടൈം ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കില്ലേ ഈ ഓയിലും കാര്യങ്ങളെല്ലാം തെറിക്കൂലേ, അന്നേരം അത് ചവിട്ടിയിട്ടായിരിക്കും നമ്മൾ സെൻട്രലിലും റൂമിലെല്ലാം പോകുന്നുണ്ടാവുക. അപ്പം നമ്മൾ നല്ല ഉണ്ടാവില്ലേ, നമ്മൾ ഫ്ലോർ എപ്പോഴും വൃത്തികേടായിട്ടായിരിക്കും ഉണ്ടാവുക, ചെരുപ്പിടാണ്ട് നടക്കാൻ പറ്റൂല, ഒരു പറ്റിപ്പുണ്ടാവും. അപ്പം നല്ല വലിയ മാറ്റെല്ലാം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമെല്ലാം ഒഴിവായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ വേനൽക്കാലം എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പം അടിച്ചു വാരും കേട്ടോ. ഡെയിലി അടിച്ചു വരേണ്ട വരത്തില്ല, കുറച്ച് മാവിൻ്റെ ഇലയെല്ലാം വീകും പിറ്റേ ദിവസം, അതെല്ലാം ഒന്ന് കൈയോട് പറക്കിയെടുക്കലാണ്. 2 ദിവസം കൂടുമ്പം അടിച്ചു വാരും. പിന്നെന്താ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതിൽ ഞാൻ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കലുണ്ട്. കാര്യം ആ ഒരു ചെറിയ പ്രാണികളും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ടൈമും ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്, പ്രാണികളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം പൈപ്പടിച്ചിട്ട് വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞാലാണ് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ ബ്രഷ് വെച്ചിട്ട് വെഴുക്കില്ലാണ്ടിരിക്കാൻ വേണ്ടിക്ക് ബ്രഷ് വെച്ചിട്ടൊന്നും അരച്ചെടുക്കലുണ്ട് കേട്ടോ. എന്തെങ്കിലും സർഫോ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല വെഴുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കാൻ ശ്രമിക്കലുണ്ട്. അങ്ങനെ പിന്നെന്താ വേനൽക്കാലമാകുമ്പോൾ ഇങ്ങനെ ഡെയിലി കഴുകേണ്ട ആവശ്യം വരത്തില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇട്ടതിനകത്ത് തന്നെ വൃത്തി ഉണ്ടാവും. പിന്നെ നമ്മൾ 2 ദിവസം കൂടുമ്പോഴെല്ലാം 3 ദിവസം എല്ലാം കൂടുമ്പോൾ തുടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കഴുകിയെടുക്കും അങ്ങനെ. അപ്പം മഴക്കാലം ഞാൻ ഡെയിലി തന്നെ കഴുകലുണ്ട്. നല്ലോണം ചാറലടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പം മഴക്കാലമെല്ലാം ആയി കഴിഞ്ഞാലില്ലേ ഈ ഭാഗം മൊത്തം എപ്പോഴും നനഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. നനയിൽ മാത്രമല്ല എപ്പോഴും ഒരു കച്ചറ പിടിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഡെയിലി ഇങ്ങനെ രാവിലെ തന്നെ ഇത് കഴുകിക്കഴിഞ്ഞാൽ ഒരാശ്വാസമായിരിക്കും അങ്ങനെ. പിന്നെന്താ, പിന്നെ മഴക്കാലത്ത് അടിച്ചു വാരൽ കുറവ് തന്നെയായിരിക്കും. എന്താ പറയുക, അടിച്ചു വാരിക്കഴിഞ്ഞാലൊന്നും കിട്ടൂലല്ലോ അങ്ങനെ. പിന്നെ എന്നോട് എപ്പോഴും ചോദിക്കലുണ്ട്, മടിയില്ലാണ്ട് എങ്ങനെയാണ് ഇർഫാൻ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, നമുക്കെല്ലാം മടി പിടിക്കലുണ്ട് എന്നെല്ലാം. കുറച്ച് കമൻ്റൊക്കെ അങ്ങനെ വരുത്തുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പണിയെല്ലാം ഞാൻ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മോളാണ്, എല്ലാവർക്കും അറിയാം. ഒരു മോളെ സംബന്ധിച്ചിടത്തോളം അധികം ഉമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർ ഒരു പണിയെടുപ്പിക്കൂല. എല്ലാ മക്കളും ഒരുപോലെ തന്നെ ആയിരിക്കും. എന്നാലും ഒറ്റ മോളാകുമ്പോൾ ഒരു പ്രത്യേക ഒരു
ഒലിവ് എന്ന് പറയും നമ്മൾ. അങ്ങനെ ബീര്യം കൂട്ടിയിട്ടിരിക്കും. ബീര്യം കൂട്ടൽ എന്നാണ് കേട്ടോ നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറയും. അങ്ങനെ ഇരിക്കും. ഒരു പണിയെടുപ്പിക്കൂല. ഉപ്പയാണെന്നുണ്ടെങ്കിലും പാത്രം കഴിപ്പിക്കൂല. സത്യം പറയാതെ പാത്രം കഴുകുമ്പം കൈ മോശമാവും എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പാത്രം പോലും കഴിപ്പിക്കലില്ല. എൻ്റെ ചെറുതിൽ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ എല്ലാ പണിയും ചെയ്യാൻ തുടങ്ങി. അപ്പില്ലേ ചെയ്യാൻ തുടങ്ങിയതിന് കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെ ബോഡിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്പായാലും നമ്മൾ തടീനെ കൊണ്ട് എത്തുന്ന എന്ത് കാര്യവും നമ്മൾ ചെയ്യൽ നമുക്ക് നല്ലതാണ് കേട്ടോ, നമ്മളെ ഹെൽത്തിന് നല്ലതാണ്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നോറും നമ്മൾ എന്താ പറയുക, മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഡൗൺ ആയി പോകും. അപ്പം നമുക്ക് കഴിയുന്ന സമയത്തോളം, നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നമ്മളിലേക്ക് വരും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് പിശാച് വീടുണ്ടാക്കാന്ന് പറയും. തന്നെ നമുക്ക് ചുറ്റോടും ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നോറും നമ്മൾ മടിച്ചികളായിട്ട് മാറും. നമ്മളെ ബോഡീനെ കൊണ്ട്, നമ്മുടെ ശരീരത്തിനെ കൊണ്ട് ഒന്നിനും ഉപകാരപ്പെടാത്ത രീതിയിൽ നമ്മൾ മാറിപ്പോവും. നമ്മൾ മെൻ്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ ഒന്നിനും കൊള്ളാത്ത വ്യക്തികളായിട്ട് മാറിപ്പോവും. അതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല പ്രായത്തിൽ നമ്മൾ ചെയ്യുക. ആരോഗ്യം ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരോഗ്യമില്ലാത്ത ഒരു രോഗിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരോഗ്യത്തിൻ്റെ വാല്യൂ എന്താണെന്ന്. കണ്ണില്ലാത്തവനോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കാഴ്ച ശക്തിക്ക് എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന്. കുട്ടികളില്ലാത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. അപ്പില്ലേ നമ്മളെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പം അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് അതിൽ സന്തോഷം കണ്ടെത്താം. ഇല്ലാത്തതിൻ്റെ ബാക്കിൽ പോയിട്ട് നമ്മൾ ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കാണ്ട് ഇന്ന് നമ്മളെ മുന്നിൽ എന്താണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്താം. ഒരുപാട് സമ്പത്തും വലിയ വീടും കൊട്ടാരും വേണമെന്നല്ല. ഇന്ന് നമുക്ക് പട്ടിണി ഇല്ലാണ്ട് കഴിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ സ്നേഹിച്ച് അവരിൽ ഹാപ്പി കണ്ടെത്താൻ. അപ്പം നമുക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടാണ്ട് നമ്മളെ ഭൂമിയിൽ നമ്മൾ ദൈവം തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ സന്തോഷം കണ്ടെത്താം. അതുപോലെ തന്നെ നമ്മളെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി എന്താ പറയുക ഹാപ്പിനെസ് കണ്ടെത്താം. അപ്പം ഇന്ന് തന്നെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ആക്കാം. ബൈ.